ഇത് ബെർലിൻ സീരീസിലെ 4ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുന്നേയുള്ള എപ്പിസോഡുകൾ കാണാത്തവർ ദയവായി കണ്ടിട്ട് വരിക. ചർച്ചിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഡാമിയനും സിമ്മന്തികളും നിലവറയുടെ വിഷ്വൽ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും ഓപ്ഷൻ ഹൗസ് ഡയറക്ടർ ലാസ്റ്റ് വരേണ്ട ഡയമണ്ട് കൊണ്ടുവന്ന് ബോക്സിലാക്കി നിലവറയിൽ വയ്ക്കും. ബെർലിൻ അങ്ങോട്ടേക്ക് കടന്നു വരും. എന്നിട്ട് ചോദിച്ചു, വരേണ്ട എല്ലാ ഡയമണ്ടും നിലവറയ്ക്കുള്ളിൽ വന്നോ? കെയ്ല പറഞ്ഞു, ലാസ്റ്റ് ഡയമണ്ട് ഇപ്പോൾ വന്നതേയുള്ളൂ. ഇവാലുവേഷൻ തീരാനായിട്ട് 15 മണിക്കൂർ എടുക്കും. അതുവരെ ഈ നിലവറ ആരും തുറക്കില്ല. ബെർലിൻ പറഞ്ഞു, എങ്കിൽ ഇത് തന്നെയാണ് ഉചിതമായ സമയം. ഇപ്പോൾ തന്നെ എല്ലാ ജുവൽസും അടിച്ചെടുക്കണം. ബെർലിനും സിമ്പന്തികളും നിലവറ ലക്ഷ്യമാക്കി നടക്കും. കെയ്ല മോണിറ്റർ നോക്കി അവിടെ തന്നെ നിൽക്കും. പോകുന്ന വഴിക്ക് ഡാമിയൻ ചോദിച്ചു, ബെർലിൻ, കഴിഞ്ഞ ദിവസം നീ എവിടെയായിരുന്നു? ബെർലിൻ പറഞ്ഞു, നാടൊക്കെ ചുറ്റിക്കറങ്ങാൻ പോയിരുന്നു. ഡാമിയൻ തുടർന്നു, കമേലിയും 2 ദിവസം അപ്പാർട്ട്മെന്റിൽ ഇല്ലായിരുന്നു. നീ അവൾക്കൊപ്പമായിരുന്നല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാഞ്ഞത്? ബെർലിൻ അതിനൊന്നിനും മറുപടി പറയാതെ ചോദിച്ചു, കമാലിയുടെ അപ്പാർട്ട്മെന്റിൽ വെച്ചിരുന്ന ഹിഡൻ ക്യാമറ എല്ലാം എടുത്തോ? ഡാമിയൻ ഇല്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ ക്യാമറ എല്ലാം അവിടെ നിന്ന് എടുക്കണം. തൽക്കാലം എല്ലാവരും ചേംബറിൽ കയറാനുള്ള സ്യൂട്ട് ഇടൂ എന്ന് പറഞ്ഞ് സ്യൂട്ട് ഇടേണ്ട റൂമിലേക്ക് നടക്കും. എല്ലാവരും സ്യൂട്ട് ധരിച്ച് റെഡിയാവും. ബെർലിൻ കെയ്ലയ്ക്ക് കോൾ കൊടുക്കും, ഞങ്ങൾ റെഡി. ഉടൻ തന്നെ കെയ്ല ചേംബറിന്റെ വിഷ്വല് ലൂപ്പിൽ പ്ലേ ചെയ്യും. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡിന് CCTV വിഷ്വലിന് ഒരു മാറ്റവും സംഭവിച്ചതായി തോന്നില്ല. ബ്രൂസ് ബുൾഡോസർ ഉപയോഗിച്ച് കോൺക്രീറ്റ് ബ്ലോക്ക് മാറ്റും. ബെർലിനും സിമ്പന്തികളും അകത്തേക്ക് കടക്കും. കാമറൂൺ ക്രെയിൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത സ്റ്റീൽ വാൾ ഉയർത്തും. ബെർലിൻ പറഞ്ഞു, എല്ലാ ബോക്സും ഇരുന്നത് പോലെ തന്നെ വെക്കണം. 1 ഇഞ്ച് പോലും വ്യത്യാസം വരരുത്. സ്യൂട്ട് ധരിച്ച് ബ്രൂസും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. നിലവറയ്ക്കുള്ളിൽ പ്രവേശിച്ച ഉടൻ തന്നെ അവർ ജുവൽസ് ബാഗിലാക്കാൻ തുടങ്ങും. ഓരോരുത്തരെടുക്കുന്ന ജുവൽസിന്റെ നമ്പർ അവർ കെയ്ലയ്ക്ക് പറഞ്ഞു കൊടുക്കും. കെയ്ല അത് നോട്ട് ചെയ്യുന്നുമുണ്ട്. നെക്ലസ് കാണുമ്പോൾ ഡാമിയന് തന്റെ വൈഫിനെ ഓർമ്മ വരും. ഡാമിയൻ ബെർലിനോട് പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല. കമേലിയുടെ 10 വർഷത്തെ കുടുംബജീവിതമാണ് നീ നശിപ്പിക്കുന്നത്. ഈ ഹീസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകും. പിന്നീടുള്ള അവരുടെ ജീവിതത്തെപ്പറ്റി നീ ആലോചിച്ചിട്ടുണ്ടോ? ബെർലിൻ പറഞ്ഞു, ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ. ഞാൻ ഒപ്പമുള്ളപ്പോൾ അവൾ വളരെ സന്തോഷവതിയാണ്. അതുകൊണ്ടല്ലേ ഇത്രയും കാലത്തെ അവളുടെ ജീവിതമല്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞ് എന്റെ ഒപ്പം വന്നത്. നിന്റെ കാര്യം നോക്കൂ. 20 വർഷമായിട്ട് നിന്റെ വൈഫിന് നീ എന്ത് സന്തോഷമാണ് കൊടുത്തത്? അവളെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരുവനെ അവൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുന്നതിന്റെ അന്ന് അവൾ നിന്നെ ഉപേക്ഷിച്ചു പോകും. ഇത് കേട്ട ഡാമിയന് തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അവൻ ബെർലിന്റെ കയ്യിലിരുന്ന ജുവൽ തട്ടി മാറ്റിയിട്ട് അവനെ ആ സ്റ്റീൽ വാളിൽ ചേർത്ത് നിർത്തി ഇടിക്കാനൊരുങ്ങും. പക്ഷെ ഇടിക്കില്ല. ആ ജുവലും ബോക്സും തറയിൽ വീണതിന്റെ ശബ്ദം പുറത്തു കേൾക്കും. ഓപ്ഷൻ ഹൗസ് ഡയറക്ടർ ഗാർഡിനോട് ചോദിച്ചു, നീ എന്തേലും ശബ്ദം അകത്തുനിന്ന് കേട്ടായിരുന്നോ? ഗാർഡ് പറഞ്ഞു, ചില സമയത്ത് സ്റ്റീൽ എക്സ്പാൻഡ് ആവും. ആ ശബ്ദമായിരിക്കും താങ്കൾ കേട്ടത്. അയാൾ മോണിറ്ററിൽ നോക്കിയിട്ട് പറഞ്ഞു, സാർ, അകത്തെ ക്യാമറ വിഷ്വലാണ്. ഒരു പ്രോബ്ലവുമില്ല. എങ്കിലും ഡയറക്ടർക്ക് സമാധാനം വരില്ല. അദ്ദേഹം പറഞ്ഞു, ഡോർ ഓപ്പൺ ചെയ്യ്. ഗാർഡ് പറഞ്ഞു, സാർ, നിലവറ 15 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. അങ്ങനെയല്ലേ ആ ഡോറിന്റെ ലോക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ ഹൗസ് ഡയറക്ടർ പറഞ്ഞു, ഞാൻ നിലവറയുടെ ഡോർ ഓപ്പൺ ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. ചേംബറിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഒന്ന് ചുറ്റും നടന്ന് നോക്കിയിട്ട് വരൂ. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കെയ്ല ചേംബറിനുള്ളിലേക്ക് ഗാർഡ് വരുന്നു എന്ന കോള് എല്ലാവർക്കും കൊടുക്കും. ബ്രൂസ് ഉടൻ തന്നെ ആ നിലവറയിൽ നിന്നും പുറത്തിറങ്ങും. കാമറൂൺ കട്ടാക്കി വെച്ചിരുന്ന സ്റ്റീൽ വാള് താഴ്ത്തും. അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ ബ്രൂസ് കോൺക്രീറ്റ് വാള് ബുൾഡോസർ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യും. ഇതെല്ലാം കംപ്ലീറ്റ് ആയ ഉടൻ തന്നെ കെയ്ല ലൂപ്പ് വീഡിയോ കട്ടാക്കും. ചേംബറിന്റെ ഒറിജിനൽ വിഷ്വൽ പ്ലേ ചെയ്യും. അതേസമയം ഗാർഡ് ചേംബറിനുള്ളിലേക്ക് പോകാനുള്ള ഡോർ ഓപ്പൺ ആക്കും. അയാൾ അകത്ത് കയറി മുഴുവനായി പരിശോധിക്കും. പക്ഷേ ഒരു മാറ്റവും അയാൾക്ക് ഫീൽ ചെയ്യില്ല. ഇതെല്ലാം മോണിറ്ററിൽ കൂടി ഡയറക്ടർ കാണുന്നുണ്ടായിരുന്നു. അവിടെ ആകെ പരിശോധിച്ചിട്ട് ഗാർഡ് പുറത്തു വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ സാർ, സ്റ്റീൽ എക്സ്പാൻഡ് ആയതാകും. ഓപ്ഷൻ ഹൗസ് ഡയറക്ടർ ഒരു ചെറു പുഞ്ചിരിയോടെ അവിടെ നിന്നും ഇറങ്ങും. കെയ്ല എല്ലാവർക്കുമായി കോൾ കൊടുത്തു. ഓപ്ഷൻ ഹൗസ് ഡയറക്ടർ തിരിച്ചുപോയി. ഡാമിയൻ ബെർലിനോട് പറഞ്ഞു, കൂടെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ ഹീസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. ഇനി ഒരു ഹീസ്റ്റിനും ഞാൻ നിന്നോടൊപ്പം ഇല്ല. ബാക്കിയുള്ള ജുവൽസ് എല്ലാം ബാഗിലാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും. ബെർലിനും റോയും അവിടെ നിന്നും നേരെ ഹോട്ടൽ റൂമിലേക്ക്. ഡാമിയന്റെ മേൽനോട്ടത്തിൽ ബ്രൂസും കാമറൂണും കട്ട് ചെയ്ത സ്റ്റീല് വീണ്ടും വെൽഡ് ചെയ്ത് ചേർക്കും. വെൽഡ് ചെയ്തത് തിരിച്ചറിയാതിരിക്കാനായിട്ട് സീല് ചെയ്ത് പെയിന്റ് ചെയ്യും. അതിനുശേഷം താഴെ വീണ പൊട്ടും പൊടിയുമെല്ലാം വൃത്തിയാക്കും. അതേസമയം റോയിയും ബെർലിനും ജുവൽസ്
ഇതെല്ലാം ഡാമിയന്റെ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഓപ്ഷൻ ഹൗസ് ഡയറക്ടറുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകും. റോയ് ഡോർ തുറന്നു. അവർ അകത്തേക്ക് കയറും. ഡയറക്ടർ നല്ല ഉറക്കത്തിലാണ്. ബെർലിൻ ക്ലോറോഫോം മണപ്പിച്ച് ഡയറക്ടറെ ബോധം കെടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന റോയ്ക്ക് എന്തോ ശരിയല്ലായിക ഫീൽ ആവും. അവനത് ബെർലിനോട് പറയുകയും ചെയ്യും. ബെർലിൻ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അവർ ആ അപ്പാർട്ട്മെന്റിൽ വെച്ചിരുന്ന എല്ലാ ഹിഡൻ ക്യാമറയും എടുക്കും. എന്നിട്ട് തിരിച്ചറിയാതിരിക്കാനായിട്ട് പെയിന്റ് ചെയ്യും. റോയ് പറഞ്ഞു, ബെഡ്റൂമിലെ ക്യാമറ എടുത്തിട്ടില്ല, അതുകൂടെ എടുത്തു കഴിഞ്ഞാൽ ഈ അപ്പാർട്ട്മെന്റിൽ വെച്ചിരിക്കുന്ന എല്ലാ ഹിഡൻ ക്യാമറയും തിരിച്ചെടുത്തു. ബെർലിൻ പറഞ്ഞു, അവിടുത്തെ ക്യാമറ ഞാൻ എടുത്തോളാം, ഇപ്പോൾ എടുത്ത എല്ലാ ക്യാമറയും നീ കൊണ്ടുപോയി നശിപ്പിക്കണം. റോയ് വിഷമിച്ച മനസ്സുമായി അവിടെ നിന്ന് ഇറങ്ങും. ബെർലിൻ അവിടെ മാകെ തിരഞ്ഞ് ഓപ്ഷൻ ഹൗസ് ഡയറക്ടർക്കും കെമിയിലേക്കുമുള്ള ഒരു ഫാം ഹൗസിന്റെ കീ തപ്പിയെടുക്കും. ഡയറക്ടറുടെ തന്നെ ഫോണും കോട്ടും തൊപ്പിയും എടുത്ത് അയാളുടെ കാറിൽ തന്നെ ആ ഫാം ഹൗസിലേക്ക് പോകും. ബെർലിൻ ഫാം ഹൗസിൽ എത്തിയ ഉടൻ തന്നെ ജുവൽസിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ടാഗ് കത്തിച്ചിട്ട് അതിന്റെ ചാരം ആ വീട്ടിന്റെ പല ഭാഗത്തായി കൊണ്ടിടും. പോരാത്തതിന് ഒരു നെക്ലാസിന്റെ കല്ല് പൊട്ടിച്ച് സോഫയുടെ ഇടയിൽ ചെരുകി വയ്ക്കും. ഇതെല്ലാം കഴിഞ്ഞ് ബെർലിൻ അവിടെ നിന്ന് ഇറങ്ങും. അതേസമയം ഓപ്ഷൻ ഹൗസിൽ കെയില CCTV വിഷ്വൽ ലൂപ്പ് ചെയ്യാനും മറ്റുമായി വെച്ച ഡിവൈസ് തിരിച്ചെടുക്കാനായിട്ട് ഡാമിയൻ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്ന 20 കിലോവാട്ട് ഇലക്ട്രിക് ലൈനും ഓപ്ഷൻ ഹൗസിന്റെ 3 ഫേസ് ലൈനും കൂടി ജോയിൻ ചെയ്യും. ഡാമിയൻ ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് വെച്ച് അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ ബിൽഡിംഗിലെ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും കത്തിപ്പോകും. ആ സമയം കൊണ്ട് ഡാമിയൻ കെയില വെച്ച ഡിവൈസിൽ നിന്നും കണക്ഷൻ റിമൂവ് ചെയ്ത് പഴയതുപോലെ കണക്ട് ചെയ്യും. ആ സപ്ലൈ ബോക്സിന്റെ ഡോർ എല്ലാം ക്ലോസ് ചെയ്ത് ബെർലിൻ അവിടെ നിന്ന് ഇറങ്ങും. ബ്രൂസ് കോൺക്രീറ്റ് വാള് ബുൾഡോസർ ഉപയോഗിച്ച് അടയ്ക്കും. അവർ ആ കോൺക്രീറ്റ് ബ്ലോക്ക് പഴയതുപോലെ തന്നെ അയൺ റോഡ് കൊണ്ട് സീൽ ചെയ്യും. അതിനുശേഷം ആ അണ്ടർഗ്രൗണ്ട് പാത്ത് ബ്രൂസ് പഴയ കല്ലുകൊണ്ട് തന്നെ കെട്ടിയടയ്ക്കും. അവർ ആ ഹീസ്റ്റിന് ഉപയോഗിച്ച ബുൾഡോസർ, കട്ടിംഗ് മെഷീൻ, സ്യൂട്ട്, എല്ലാ അലുബലൂസ് സാധനങ്ങളും ആ ടണൽ തന്നെ വെച്ചിട്ട് ടണൽ അടയ്ക്കും. എല്ലാം പഴയതുപോലെ മാറ്റിയതിനു ശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങും. ഡാമിയൻ ഇലക്ട്രിക് ലൈൻ ഷോർട്ടാക്കിയത് കാരണം ഓപ്ഷൻ ഹൗസിലെ സകലമാന സാധനങ്ങളും കത്തിപ്പോകും. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് ചേംബർ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അതും ലോക്കാണ്. ഈ കാര്യമെല്ലാം പറയാനായിട്ട് സെക്യൂരിറ്റി ഗാർഡ് ഓപ്ഷൻ ഹൗസ് ഡയറക്ടറെ വിളിക്കും. പക്ഷേ മൊബൈല് ബെർലിന്റെ കയ്യിലാണല്ലോ. അയാൾ കോള് എടുക്കുകയുമില്ല, കട്ടാക്കുകയുമില്ല. ബെർലിൻ തിരിച്ച് ഓപ്ഷൻ ഹൗസ് ഡയറക്ടറുടെ അപ്പാർട്ട്മെന്റിലെത്തും. കാറിന്റെ കീ, കോട്ട്, തൊപ്പി, ഫാം ഹൗസിന്റെ കീ, മൊബൈല് എല്ലാം ഇരുന്നത് പോലെ തന്നെ തിരിച്ചു വെക്കും. എല്ലാവരും തിരിച്ച് ഹോട്ടലിലെത്തി. ബെർലിൻ പറഞ്ഞു, ഇന്ന് രാത്രി ആരും വെളിയിൽ പോകരുത്. നാളെ രാവിലെ 9-നും 10-നും ഇടയ്ക്ക് നമ്മൾ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യണം. നമ്മൾ ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോലീസിന് സംശയം വരും. ഇവിടെ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ നിങ്ങളുടെ റൂം നല്ലോണം ക്ലീൻ ചെയ്യണം. ആര് വന്ന് നോക്കിയാലും ഒരു തെളിവും ഉണ്ടാകരുത്. കെയിലയും കാമറോണും റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രൂസ് വന്ന് കഥകൾ തട്ടിയിട്ട് പറഞ്ഞു, കെയില, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. ബ്രൂസ് തുടർന്നു, എനിക്ക് ഇവിടം വിട്ട് വരാൻ പറ്റില്ല. റോയ്ക്ക് ബൈക്ക് റെന്റിന് എടുത്തു കൊടുത്ത കമ്പനിയിൽ ഞാൻ പോയിരുന്നു എന്റെ പാസ്പോർട്ട് തിരിച്ചു വാങ്ങാനായിട്ട്. പക്ഷേ അവർ എന്റെ പേര് വാണ്ടഡ് ലിസ്റ്റിൽ ഇട്ടിരിക്കുകയാണ്. ഫേക്ക് പാസ്പോർട്ടാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ പാസ്പോർട്ടിലെ എന്റെ ഫോട്ടോ വെച്ച് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ നമ്മൾ എല്ലാവരും പിടിക്കപ്പെടും. എന്റെ പാസ്പോർട്ടിന്റെ ഡിജിറ്റൽ കോപ്പിയെ അവരുടെ കമ്പ്യൂട്ടറിലുള്ളൂ. ദയവായി നീ എന്റെ കൂടെ വന്ന് അവരുടെ കമ്പ്യൂട്ടറിൽ നിന്നും അത് ഡിലീറ്റ് ആക്കി തരണം. ഈ കാര്യം വേറെ ആരോടും പറയാൻ പറ്റില്ല. ആദ്യമൊക്കെ കെയില നോ പറയും. പക്ഷേ അവൾക്ക് അവനോട് ചെറിയൊരു ഇഷ്ടമുള്ളത് കൊണ്ട് കൂടെ വരാന്ന് സമ്മതിക്കും. കാമറോണിനോട് ഇപ്പോ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങും. കോറിഡോറിൽ എത്തിയപ്പോൾ കെയില പറഞ്ഞു, റോയ് ഇവിടെ ഉണ്ട്. നമ്മളെ കണ്ടില്ല എങ്കിൽ ആ കാര്യം ബെർലിനോട് അവൻ പറയും. ബ്രൂസ് നേരെ റോയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം. നീ ഒന്ന് പുറത്തു പോകണം. സംസാരം കഴിഞ്ഞ് നിങ്ങൾ തന്നെ ഈ റൂം വൃത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങും. അതേസമയം ഡാമിയൻ ഓരോ ജുവൽസും എടുത്ത് എയർ ടൈറ്റ് ആക്കി പാക്ക് ചെയ്ത് കേക്കിന്റെ ടിൻ ബോക്സിൽ വെച്ചു. മെഷീനിന്റെ സഹായത്തോടെ ആ ടിൻ ബോക്സ് സീൽ ചെയ്യും. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അയാൾ തന്റെ വൈഫിനെ ഓർത്ത് കരയുകയാണ്. അപ്പോഴേക്കും ഡോറിൽ ആരോ മുട്ടും. റോയ് ആയിരുന്നു അത്. റോയ് പറഞ്ഞു, എന്താ നിങ്ങളുടെ മുഖം ഒരുമാതിരി ഇരിക്കുന്നത്? പാക്കിങ്ങിനും ക്ലോസിങ്ങിനുമായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഡാമിയൻ ഡോർ ക്ലോസ് ആക്കും. തിരിച്ച് ബെഡിൽ വന്നിരുന്ന ഡാമിയൻ പൊട്ടിക്കരയും. ക്യാമറോന്റെ റൂമിൽ അവൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ബെഡിൽ കിടക്കുകയാണ്. അവൾ ആരെയോ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വിളിച്ചയാൾ കോൾ കട്ടാക്കും. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊടിയും. അപ്പോഴാണ് ഒരിടത്തും ഉറങ്ങാൻ ബെഡ് കിട്ടാതെ റോയ് ക്യാമറോന്റെ റൂമിലേക്ക് വന്നത്. അവൾ അവനോട് പാസ്റ്റിനെ കുറിച്ച് ചോദിച്ചു. അവൻ ഒന്നും പറയില്ല. ക്യാമറോൺ പറഞ്ഞു, ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ട് അത് ആഘോഷിക്കാത്ത 2 പേർ നമ്മൾ മാത്രമായിരിക്കും അല്ലേ? റോയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ റെഡിയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പുറത്തു പോയി ആഘോഷിക്കാം. അതേസമയം കെയിലയും ബ്രൂസും ആ ബൈക്ക് റെന്റൽ കമ്പനിയിലെത്തി. കെയില ഇലക്ട്രോണിക് ലോക്ക്
ഹാക്ക് ചെയ്ത് വാതിൽ തുറന്നു. ഡിജിറ്റൽ കോപ്പിയുള്ള കമ്പ്യൂട്ടർ ബ്രൂസ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കെയ്ല ആ കമ്പ്യൂട്ടറിന്റെയും പാസ്വേഡ് ഹാക്ക് ചെയ്ത് കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കും. ബ്രൂസിന്റെ പാസ്പോർട്ട് കോപ്പി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഓഫീസിന്റെ തൊട്ട് താഴെ എന്തോ ശബ്ദം കേട്ട് ബ്രൂസ് ജനലിന്റെ അടുത്ത് പോയി നോക്കും. അവിടെ 4 പേർ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രൂസ് ആ കാര്യം ശബ്ദമുണ്ടാക്കാതെ ആംഗ്യത്തിലൂടെ കെയ്ലയോട് പറയും. ആ 4 പേരിൽ ഇരുന്ന സെക്യൂരിറ്റി ഗാർഡ് തിരിഞ്ഞു നോക്കുമ്പോൾ മുകളിൽ ഓഫീസിലെ റൂമിൽ ലൈറ്റ് കിടക്കുന്നു. അയാൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലും. കെയ്ല അവിടുത്തെ സ്റ്റാഫിനെ പോലെ പെരുമാറിക്കൊണ്ട് ജോലി ചെയ്യുന്നു. ആ ഗാർഡ് ചോദിച്ചു, നീ ആരാണ്? നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. കെയ്ല പറഞ്ഞു, എന്റെ പേര് അമേലി, ഞാൻ പുതിയതായി ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് മെയിൽ വന്നു, അതിനാൽ ഞാൻ 2 മണിക്കൂർ മുന്നേ വന്നു. ആ സെക്യൂരിറ്റി ഗാർഡിന് എന്തോ എവിടെയോ ഒരു പ്രശ്നം ഫീൽ ചെയ്യും. അയാൾക്ക് ചെറിയ ഡൗട്ട് തോന്നുമെങ്കിലും കെയ്ല വർക്ക് പെൻഡിംഗ് ഉള്ളതുപോലെ തന്നെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ അത് പുറത്ത് കാണിക്കില്ല. പക്ഷെ കെയ്ല സെക്യൂരിറ്റി ഗാർഡിനോട് സംസാരിക്കുന്നതിന്റെ ഒപ്പം തന്നെ ബ്രൂസിന്റെ പാസ്പോർട്ട് കോപ്പി സിസ്റ്റത്തിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. കെയ്ല ഇരിക്കുന്ന ടേബിളിന്റെ അടിയിൽ തന്നെയാണ് ബ്രൂസും ഒളിച്ചിരിക്കുന്നത്. കെയ്ല സെക്യൂരിറ്റി ഗാർഡിനോട് ഒരു കോഫി ചോദിക്കും. അയാൾ അതെടുക്കാനായി പോയപ്പോൾ ബാക്കിയുള്ള 3 പേർ മുകളിലേക്ക് കയറി വന്നു. സെക്യൂരിറ്റി ഗാർഡ് അവളെ എല്ലാവർക്കുമായി പരിചയപ്പെടുത്തും. കെയ്ലയുടെ മുഖത്തെ ടെൻഷൻ കാണുമ്പോൾ അയാൾക്ക് സംശയം കൂടും. ആ കാര്യം സെക്യൂരിറ്റി ഗാർഡിന്റെ മുഖത്ത് നിന്ന് മനസ്സിലാക്കി കെയ്ല പറഞ്ഞു, ജോലിയിൽ ആദ്യത്തെ ദിവസമായതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. കെയ്ലയ്ക്ക് ബ്രൂസിന്റെ പാസ്പോർട്ട് ഇമേജ് കിട്ടും. ആ ഇമേജ് ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ സിസ്റ്റം ഹാങ് ആവും. അതേസമയം തന്നെ സെക്യൂരിറ്റി കോഫി കൊണ്ട് ടേബിളിന്റെ മുകളിൽ വെച്ചു. കെയ്ലയുടെ കണ്ണാടിയിൽ മോണിറ്ററിന്റെ റിഫ്ലക്റ്റഡ് ഇമേജ് കാണും. അയാൾ ചോദിച്ചു, എന്ത് പറ്റി? സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? കെയ്ല പറഞ്ഞു, സിസ്റ്റം ഹാങ് ആയി, ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ടേബിളിന്റെ അടിക്ക് CPU ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരും. അയാൾ നോക്കിയപ്പോൾ ബ്രൂസ് ടേബിളിന്റെ അടിയിലിരുന്ന് അയാളെ നോക്കി ചിരിച്ചു കാണിക്കുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കും.